എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റീവാലുവേഷൻ റിസൾട്ടും സ്ക്രൂട്ടനി റിസൾട്ടും പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പുനർമൂല്യനിർണ്ണയവും അതുപോലെ സ്ക്രൂട്ടനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധനയുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനിൽ 10% മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് റീഫണ്ട് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ വഴി നോക്കാവുന്നതാണ്. 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 8 മാർക്ക് റീവാലുവേഷന് ശേഷം കൂടിയിട്ടുണ്ടായിരിക്കണം. 8 മാർക്കോ അതിൽ കൂടുതലോ കൂടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ള മാർക്കിനേക്കാൾ ഈ റീവാലുവേഷന് ശേഷം 6 മാർക്കോ അതിൽ കൂടുതലോ കൂടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയെങ്കിലാണ് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ടുള്ള അർഹത ഉണ്ടാവുക. റീഫണ്ട് എന്ന് പറയുമ്പോൾ ഏത് സബ്ജക്റ്റിനാണോ ഈ ഒരു രീതിയിൽ 10%ഓ അതിൽ കൂടുതലോ കൂടിയിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ ആ ഒരു റീവാലുവേഷൻ ഫീസായിട്ട് അടച്ച ആ ഒരു 500 രൂപ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതേ സ്കൂളിലാണ് നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്തത് ആ ഒരു സ്കൂളിൽ നിന്നും തിരികെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ചലാൻ മുഖേനയാണ്, അതായത് ഈ ട്രഷറി മുഖേനയാണ് നിങ്ങൾ അടച്ചത് എങ്കിൽ നിങ്ങൾ ഈ ട്രഷറി മുഖേനയാണ് ഈ ഒരു റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്കൂൾ വഴിയാണ് ഈ ഒരു അപേക്ഷ കൊടുത്തിട്ടുള്ളതെങ്കിൽ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് തുക ലഭിക്കുന്നത് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇനി വിദ്യാർത്ഥികളുടെ ഈ ഒരു റീവാലുവേഷൻ അതുപോലെ സ്ക്രൂട്ടനി റിസൾട്ട് പരിശോധിക്കാൻ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് dhsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നതാണ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ 3 ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു 3ാമത്തെ ലിങ്ക് എന്ന് പറയുന്നതാണ് നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 3ാമത്തെ ലിങ്കിൽ കൊടുത്തിട്ടുള്ളത്, അതായത് ഇവിടെ നിങ്ങൾ കാണാം റിസൾട്ട് ഹാർവി CNM റീവാലുവേഷൻ റിസൾട്ട് ചേഞ്ച്ഡ് വിത്ത് മാർക്സ് ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് മാർച്ച് 2025 എന്നുള്ള ആ ഒരു ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ അതായത് 3ാമത്തെ ഈ ഒരു ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 3ാമത്തെ ലിങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ആ ഒരു മോറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലിങ്കാണ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു PDF നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മോറിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിൽ വന്നതുകൊണ്ട് ഞാൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3ാമതായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് എന്ന് പറയുന്നത് റീവാലുവേഷൻ സ്ക്രൂട്ടനി എന്നിവയ്ക്കായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണ്. മാർക്ക് ഡീറ്റെയിൽസിൽ ആർക്കൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്, ആർക്കൊക്കെ ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സർക്കുലർ നോക്കും മുമ്പായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റീവാലുവേഷൻ്റെ ആ ഒരു മാർക്ക് മനസ്സിലാക്കുക, അത് നിങ്ങളുടെ മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രൂട്ടനി റിസൾട്ടാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ആ ഒരു സ്ക്രൂട്ടനി സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിച്ച് ചേഞ്ച് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഉണ്ടെങ്കിൽ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആരുടെയും ചേഞ്ച് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്, കാരണം ഇവിടെ എല്ലാം നോ ചേഞ്ച് ആണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്ക്രൂട്ടനിയുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് എല്ലാം നോ ചേഞ്ചാണ് കാണിക്കുന്നത്. ചേഞ്ച് ഉള്ളത് ഉണ്ടോ എന്ന് അറിയില്ല, ജസ്റ്റ് കാണുമ്പോൾ എല്ലാം നോ ചേഞ്ചാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് നോക്കുക, ഇവിടെ ആർക്കെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ സ്ക്രൂട്ടനിയുടേത് ചെറിയ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ക്രൂട്ടനിയുടേത് പരിശോധിച്ച സമയത്ത് ആർക്കും അവിടെ ചേഞ്ച് വന്നതായിട്ട് കാണുന്നില്ല. ഇനി അടുത്തതായിട്ടുള്ളത് റീവാലുവേഷൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ റീവാലുവേഷൻ്റേതിൽ ഇവിടെ നോ ചേഞ്ച് കൊടുത്തിട്ടുള്ളത് കാണാം, ചേഞ്ച് കാണാം, അതുപോലെ നോ ചേഞ്ച് കാണാം, അതുപോലെ തന്നെ ചേഞ്ച് കാണാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. നോ ചേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ മാർക്കൊന്നും ചേഞ്ച് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഏകദേശം എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ 208 പേജ് ഉണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ പരിശോധിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും PDF-ൻ്റെ ഇത്രയും പേജ് നോക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ ക്രോം ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കാണാം, അത് ജസ്റ്റ് ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാം, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു പേജിൽ നിന്നും നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ നോക്കുക എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ ആ ഒരു 3, അതായത് നിങ്ങൾ ഗൂഗിൾ ക്രോം ആണെങ്കിൽ ജസ്റ്റ് അതിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക, അവിടെ ഫൈൻഡ് ഇൻ പേജ് ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് കൃത്യമായിട്ട് അവിടെ ഫൈൻഡ് ഇൻ പേജ് എന്നുള്ള ഭാഗത്ത് ആ ഒരു എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു ടാബിൽ, അത് നിങ്ങളിപ്പോൾ PDF ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്ത ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ PDF വ്യൂവറിൽ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രജിസ്റ്റർ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന്
ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് ഇതിൽ ഏതൊക്കെ, അതായത് നിങ്ങളിപ്പോൾ എത്ര സബ്ജക്റ്റുകളാണ് ഈ ഒരു റീവാലുവേഷന് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വെറുതെ അവിടെ കണ്ടുള്ള ഒരു രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥി ഇവിടെ 2 സബ്ജക്റ്റാണ് റീവാലുവേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു വിഷയത്തിൻ്റെ മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ആദ്യത്തെ സബ്ജക്റ്റിൻ്റേത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഒരു കളർ അവിടെ കാണിച്ചു തരും ഏതാണ് എന്നുള്ളത്. അതുപോലെ അതിൽ വേറെ നമ്പർ, ആ സെയിം നമ്പറിൽ തന്നെ ആ ഒരു റീവാലുവേഷൻ വേറെ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കാണാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ ജിയോഗ്രഫീൻ്റേത് ചേഞ്ച് ആയിട്ടുണ്ട്, എന്നാൽ ഇംഗ്ലീഷിൻ്റേത് ഇവിടെ ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങളുടെ ചേഞ്ച് ആയിട്ടുണ്ട് എങ്കിൽ നോ ചേഞ്ച് ഉള്ള വിദ്യാർത്ഥികൾ പിന്നീട് അവരുടെ ആ ഒരു മാർക്ക് കൂടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു മാർക്കും കൂടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് നോ ചേഞ്ച് എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഒരു മാർക്കെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് എന്നാണ് ഉണ്ടാവുക. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു സർക്കുലർ നമുക്ക് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി പരീക്ഷ വിഭാഗം 2025 മാർച്ച് 1-ാം വർഷ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന എന്നിവയുടെ ഫലം പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് 2025 മാർച്ച് 1-ാം വർഷ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന എന്നിവയുടെ ഫലം ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നു. പുനർമൂല്യനിർണ്ണയം ഫലത്തിൽ മാറ്റമുള്ള വിദ്യാർത്ഥികളുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾമാർ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1-ാം വർഷ ഇംപ്രൂവ്മെൻറ്റ് പുനർമൂല്യനിർണ്ണയത്തിന് മാത്രം അപേക്ഷിച്ച് മാർക്ക് വ്യത്യാസം വന്ന വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റ് ശേഖരിച്ച് ഫലത്തിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ബന്ധപ്പെട്ട പ്രിൻസിപ്പാളിൻ്റെ ആമുഖ കത്ത് എന്നിവ സഹിതം ഡയറക്ടറേറ്റിലേക്ക് മാർക്ക് ലിസ്റ്റ് മാറ്റം വരുത്താൻ അയക്കേണ്ടതാണ്. ഇതിൽ 2-ാം വർഷം ഗ്രേസ് മാർക്ക് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റീവാലുവേഷൻ കാരണം ഉണ്ടാകുന്ന മാർക്ക് വ്യത്യാസത്തിൽ ഗ്രേസ് മാർക്കിൽ ഉണ്ടാകുന്ന കുറവ് മറ്റു വിഷയങ്ങളിൽ മാറ്റി നൽകണം എങ്കിൽ 90% വരെ അവരുടെ അനുമതി പത്രം കൂടി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അപ്പോൾ അവരുടെ അനുമതി പത്രം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ഇല്ല എങ്കിൽ മാർക്ക് വ്യത്യാസം വന്ന വിഷയത്തിൽ 90% അധികം വരുന്ന ഗ്രേസ് മാർക്ക് മറ്റ് വിഷയങ്ങൾക്ക് നൽകുന്നതല്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെ റീവാലുവേഷൻ കാരണം നിങ്ങൾക്ക് മാർക്ക് വ്യത്യാസം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഗ്രേസ് മാർക്കിൽ ഉണ്ടാകുന്ന കുറവ് മറ്റ് വിഷയങ്ങളിൽ മാറ്റി നൽകണം എങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട അപേക്ഷ കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അത് ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പാൾ പറഞ്ഞു തരുന്നതാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അനുമതി പത്രം, അത് മറ്റ് സബ്ജക്റ്റിലേക്ക് ആ ഒരു ഗ്രേസ് മാർക്ക് മാറ്റി നൽകുന്നതിനായിട്ടുള്ള നിങ്ങളുടെ ഒരു അനുമതി പത്രം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ ആ ഒരു മാർക്ക് വ്യത്യാസം വന്ന വിഷയത്തിൽ 90% അധികം വരുന്ന ഗ്രേസ് മാർക്ക് മറ്റു വിഷയങ്ങൾക്ക് നൽകുന്നതല്ല. അതുപോലെ തന്നെ 2025 1-ാം വർഷ ഇംപ്രൂവ്മെൻറ്റ് പുനർമൂല്യനിർണ്ണയത്തിന് മാർക്ക് വ്യത്യാസം വന്ന വിദ്യാർത്ഥികൾ 2025 2-ാം വർഷ പുനർമൂല്യനിർണ്ണയത്തിന് കൂടി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ 2-ാം വർഷ പുനർമൂല്യനിർണ്ണയ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രം വ്യത്യാസം ഉള്ള മാർക്ക് ലിസ്റ്റ് ലഭ്യമാക്കുന്നതിനായിട്ട് മേൽപ്പറഞ്ഞ രേഖകൾ സഹിതം ഡയറക്ടറേറ്റിൽ അപേക്ഷ സമർപ്പിച്ചാൽ മതിയാവും. ഒരു മാർക്കിൻ്റെ വ്യത്യാസം പോലും വിദ്യാർത്ഥികളുടെ 2-ാം വർഷ ഫലത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകുന്നു എന്നതിനാൽ പുനർമൂല്യനിർണ്ണയത്തിൽ മാർക്ക് വ്യത്യാസം വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാർക്ക് ലിസ്റ്റ് പ്രിൻസിപ്പൽ മാറ്റം വരുത്തുന്നതിനായിട്ട് ഡയറക്ടറേറ്റിൽ ലഭ്യമാക്കേണ്ടതാണ്. പുനർമൂല്യനിർണ്ണയത്തിൽ 10% അതിനു മുകളിലോ മാർക്ക് വ്യത്യാസം ഉണ്ടായിട്ടുള്ള അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് തുക മടക്കി നൽകിയ ശേഷം ബാക്കി തുക 15/2025 തീയതിക്കകം ഇവിടെ ട്രഷറിയുടെ ഒരു ശീർഷകം കൊടുത്തിട്ടുണ്ട്. 02-02-01-1-102-9 പിന്നെ ബ്രാക്കറ്റിൽ 03 അതിനുശേഷം ഹൈഫൺ അതുപോലെ അതർ റെസിപ്റ്റ്സ് എന്നുള്ള ശീർഷകത്തിൽ അടക്കേണ്ടതാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ റീഫണ്ടിന് അർഹമായിട്ടുള്ള വിദ്യാർത്ഥികൾ ചലാൻ്റെ പകർപ്പ്, അതുപോലെ ബന്ധപ്പെട്ട ബാങ്ക് പാസ്ബുക്കിൻ്റെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ സഹിതം പ്രിൻസിപ്പാളിൻ്റെ ആമുഖ കത്തോടുകൂടി അപേക്ഷ ഡയറക്ടറേറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ റീഫണ്ടിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഈ ചലാൻ ഫീസ് അടച്ചവർ ഈ ട്രഷറി മുഖാന്തരം റീഫണ്ട് റിക്വസ്റ്റ് നൽകിയ ശേഷം മാത്രം മേൽപ്പറഞ്ഞ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് 2-ാമത്തെ ലിങ്കാണ്. അപ്പോൾ 2-ാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെയുള്ള ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടവർ മാത്രമേ ഈ ഒരു 2-ാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. കാരണം നോ ചേഞ്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഇതിൽ ഉണ്ടാവില്ല, ചേഞ്ച് വന്നവരുടെ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷന് ശേഷം മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ റീവാലുവേഷന് മുമ്പുള്ള മാർക്കും റീവാലുവേഷന് ശേഷമുള്ള മാർക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ കോഡ്, അതുപോലെ സ്കൂൾ നെയിം, അതുപോലെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ പേര്, അതുപോലെ തന്നെ സബ്ജക്റ്റ്, മാക്സിമം മാർക്ക് ബിഫോർ റീവാലുവേഷൻ,
മാർക്ക് ആഫ്റ്റർ റീവാലേഷൻ, അത് നിങ്ങളുടെ ആ സബ്ജക്റ്റിൻ്റെ മാക്സിമം മാർക്ക് എത്രയാണ്, അതുപോലെ റീവാലേഷൻ മുമ്പുള്ള നിങ്ങളുടെ മാർക്ക് എത്രയാണ്, റീവാലേഷന് ശേഷമുള്ള മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇംഗ്ലീഷ് നോക്കുന്ന സമയത്ത് 80ലാണ് മാർക്ക് വരുന്നത്. റീവാലേഷൻ മുമ്പ് 73 മാർക്കായിരുന്നു, റീവാലേഷന് ശേഷം 74 മാർക്കാണ്. ഇവിടെയും അതേ രീതിയിൽ ഓരോ മാർക്ക് വെച്ചിട്ടായി കൂടിയിട്ടുള്ളൂ. അതുപോലെ ഇവിടെ ആണെങ്കിൽ ഏകദേശം ഒരു 3 മാർക്ക് കൂടിയിട്ടുണ്ട്. റീവാലേഷൻ മുമ്പ് 68 മാർക്ക്, റീവാലേഷന് ശേഷം 71 മാർക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്കാണ് റീവാലേഷൻ മുമ്പ് ഉണ്ടായിരുന്നത്, റീവാലേഷന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്ത ലിങ്കാണ്, നിങ്ങൾക്ക് റീഫണ്ട് ആർക്കൊക്കെ കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 10% മാർക്ക് കൂടിക്കഴിഞ്ഞാൽ, അത് 50 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ റീവാലേഷൻ മുമ്പുള്ളതിനേക്കാൾ ഈ ഒരു 8 മാർക്ക് കൂടിയാലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൂടിയാലോ, അതല്ല ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലേഷന് മുമ്പുള്ളതിനേക്കാൾ 6 മാർക്കോ അതിൽ കൂടുതലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് അർഹതയുണ്ടാവും. അപ്പോൾ അങ്ങനെ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തുള്ളത്. അതായത് റീവാലേഷൻ റിസൾട്ട് 10% ഓർ എബോ, അതായത് റീവാലേഷൻ റിസൾട്ട് വന്ന ശേഷം 10% അതിൽ കൂടുതലോ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു PDF നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ ഒരു PDF നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു PDF നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതായത് ടോട്ടൽ ഏകദേശം 421 വിദ്യാർത്ഥികളാണ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീഫണ്ടിനായിട്ട് അർഹതയുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റിൻ്റെ ആ ഒരു റീഫണ്ടിനാണ് നിങ്ങൾക്ക് അർഹതയുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ റീഫണ്ടിന് അർഹതയുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു റീഫണ്ട് എവിടെയാണ്, ഏത് സ്കൂളിലാണ് നിങ്ങൾ നിലവിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു സ്കൂളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ റീഫണ്ട് തുക നിങ്ങൾക്ക് ലഭ്യമാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ റീവാലേഷൻ റിസൾട്ട്, ആദ്യത്തെ അല്ല മൂന്നാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് റീവാലേഷൻ സ്ക്രൂട്ടിനിയുടെ റിസൾട്ടാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, നോ ചേഞ്ച് അല്ല ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലിസ്റ്റ് നോക്കുക. ചേഞ്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റീവാലേഷന് മുമ്പുള്ള മാർക്കറ്റാണ്, റീവാലേഷന് ശേഷമുള്ള മാർക്കറ്റാണ് എന്നിവ ഉണ്ടാവും. അടുത്തതായിട്ട് നിങ്ങൾക്ക് അത് നോക്കിയ ശേഷം നിങ്ങൾക്ക് 10% മാർക്ക് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്, അതിൽ കൂടുതൽ മാർക്ക് കൂടിയ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ള അവരുടെ ഡീറ്റെയിൽസും അതുപോലെ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റുമാണ് ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ റീഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ റീഫണ്ടിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് കരുതുന്നു. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് 90% മാർക്കിൽ കൂടുതൽ റീവാലേഷന് ശേഷം ലഭിച്ചവർ, അവർക്ക് ഗ്രേസ് മാർക്ക് അർഹതയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ഗ്രേസ് മാർക്കുകൾ മറ്റ് സബ്ജക്റ്റുകൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒരു അനുമതി പത്രം കൂടി വാങ്ങിച്ച ശേഷം അതിനായിട്ടുള്ള റിക്വസ്റ്റ് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.